നവകേരള യാത്രയ്ക്കിടയിലെ ഷൂവേറ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24-ന്റെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ LDF-ൽ കടുത്ത എതിർപ്പ്. പോലീസിനെ സർക്കാർ തിരുത്തണമെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ ആവശ്യപ്പെട്ടു. അത് ശരിയായ നടപടിയല്ല. കാരണം പോലീസിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു നടപടി വരാൻ പാടില്ലായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഫോൺ കോളുകൾ വരും. ഏതായാലും അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ വീഴ്ച തന്നെയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം എവിടെയുള്ളത്? അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല. എനിക്ക് തോന്നുന്നു മറിച്ച് പോലീസിൻ്റെ ചില ആൾക്കാരുടെ, ഏത് ലെവലിൽപ്പെട്ട ആൾക്കാരെന്ന് എനിക്കറിയില്ല, അവർ നടത്തിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് തികച്ചും അപലപനീയമാണ്. അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. മനസ്സിലാക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച തിരുത്തേണ്ടത് തന്നെയാണ്. താങ്ക് യു MV ശ്രേയാംസ് കുമാർ. ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിനൊപ്പം അങ്ങ് അണിചേർന്നതിന് തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് MV ശ്രേയാംസ് കുമാർ എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഫോൺ രേഖകൾ സമൂഹ മാധ്യമങ്ങളുടെ ചോർത്തിയതിനെ വിമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പോലീസ് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് പോലും സാമൂഹ്യ വിരുദ്ധർ ദുരുപയോഗം ചെയ്യുകയാണെന്നും PMA സലാം കുറ്റപ്പെടുത്തുന്നു. ഇത് ഭരിക്കുന്ന കക്ഷിയാണെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കുറച്ചു കാലമായി കണ്ടുവരുന്നത്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യം തുറന്നു പറയേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുമ്പോൾ ഗവൺമെൻറ്റിന് അത് അരോചകമാണ് എന്നുള്ളത് കൊണ്ട് അവരെ പേരിൽ കള്ളക്കേസെടുക്കുക. അപ്പോൾ അധികാരത്തിൻ്റെ ധാർഷ്ട്യവും മുക്കും തലക്ക് പിടിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നതൊക്കെ വെളിവില്ലാത്തതാണ്. ഒരുതരം ഭ്രാന്തൻ സ്വഭാവമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കും എന്നത് ഉറപ്പാണ്. താങ്ക് യു PMA സലാം. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള സർക്കാരിൻ്റെ ഹിഡൻ അജണ്ടയ്ക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ പറഞ്ഞു. അല്ല, ഇത് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക എന്നുള്ളതും അതിന് കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതുമാണ്. മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി വസ്തുനിഷ്ഠമായ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിലുള്ള ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ പ്രതി ചേർക്കുക എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. അതിൽ പോലീസും കൂടെ നിന്ന് കൊടുക്കുന്നുണ്ട്. കള്ളക്കേസ് എടുക്കുന്നതിന് വേണ്ടി പോലീസ് കൂട്ടു നിൽക്കുകയാണ്. അതിനാണല്ലോ ഇപ്പോൾ പോലീസിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. താങ്ക് യു MK മുനീർ. കള്ളക്കേസ് എടുക്കുന്നതിനെതിരെ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് പ്രകടമാക്കി. മാധ്യമപ്രവർത്തകരെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും ഇഷ്ടമില്ലാത്ത വാർത്തകളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണണമെന്നും താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും പറഞ്ഞു. ഈ കേസൊക്കെ വളരെ കഷ്ടമാണ്. കാരണം അവരവരെ ജോലി ചെയ്യുന്നത് അവരൊക്കെ അങ്ങോട്ട് വിട്ടാൽ പോരെ. അതിനെ നമ്മളൊരു പാർട്ടിയുടെ കളറ് കൊടുത്തോ ഇതിന് കാര്യം. ഇപ്പം നമ്മളൊക്കെ ഇതിൻ്റെ പത്രം ആവശ്യം വരുമ്പോൾ എതിർക്കുന്നതാണ്. അതിന് നമ്മളൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി കാണുകയാണ് പതിവ്. അതിനൊക്കെ കേസിലൊക്കെ പോകുന്നത് വലിയ അഭിപ്രായമില്ല. അതൊക്കെ എന്തായാലും അത് ഒടുവിൽ തീരും. എങ്കിൽ കൂടി അതിനൊക്കെ വിടുന്ന കാലം മാറി. കാരണം അതല്ലല്ലോ ഇപ്പോഴത്തെ ഒരു കാലം. ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമുക്കതിന് മറുപടി പറയാനുള്ള വേദികളുണ്ട്. അല്ലാതെ കേസും കൂട്ടമായിട്ട് പോകുന്നതിനോട് ഒരു അഭിപ്രായമില്ലാത്ത ആളാണ് ഞാൻ. ഇത്തരമൊരു കള്ളക്കേസ് കെട്ടിച്ചമച്ചതിൽ പ്രതിഷേധം ശക്തമാക്കുന്നു എന്നാണ് പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന സൂചന. പല ജനാധിപത്യ വിശ്വാസികളും ഇതോട് പ്രവർത്തിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും ഒക്കെ ഭയക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മളോട് വ്യക്തിപരമായി നിങ്ങളുടെ കൂടെയാണ് നമ്മൾ എന്ന് പറയുമ്പോഴും അവർക്കൊരു അഭിപ്രായം മൈക്രോഫോണിൽ പറയാൻ അവർക്ക് മനസ്സ് വരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ധൈര്യം വരുന്നില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാര്യം അധികാരത്തിൻ്റെ സോപാനങ്ങളൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്ക് കർക്കശമായ പ്രതിഷേധമായി രംഗത്ത് വന്നാൽ കസേര ഒടിഞ്ഞില്ലാതാകും എന്നവർക്കറിയാം. എല്ലാ ആൾക്കാരും നല്ല മിടുക്കരായ ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീകാന്ത്. SKN, വെരി ഗുഡ് മോർണിംഗ്. SKN നിർത്തിയിടത്ത് തന്നെ തുടങ്ങിയാൽ, അതായത് വലിയ പ്രതിഷേധം LDF-ലും ഇപ്പോൾ ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CPI-യുടെ മന്ത്രിമാർ ഈ വിഷയത്തിൽ ചില പരോക്ഷ പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. അവർ അവരുടെ വിമർശനം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ MV ശ്രേയാംസ് കുമാർ അദ്ദേഹം പരസ്യമായ
പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ LDF-ൽ എതിർപ്പ് ശക്തമാകുന്നു എന്നുള്ളതാണ് വാർത്ത. പോലീസിനെ സർക്കാർ തിരുത്തണം എന്നുള്ളതാണ് MV ശ്രേയാംസ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. കോടതിയിൽ പോലും നേരത്തെ നിൽക്കാതിരുന്ന കേസിലാണ് ഇപ്പോൾ വീണ്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും തിടുക്കപ്പെട്ടുള്ള നടപടി ഉണ്ടായത് എന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് MV ശ്രേയാംസ് കുമാറിനെ പോലെയുള്ള LDF-ലെ തന്നെ ഘടകകക്ഷി നേതാവ് ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തുന്നത്. ഇത് വലിയ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭോദർക്കമായ കാര്യമാണ്. മറ്റൊന്ന് PMA സലാം അടക്കമുള്ളവർ രംഗത്ത് വരുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം SKN DPR ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ് PMA സലാം പറയുന്നത്. ഈ DPR ചോർച്ച എന്ന് പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അതിനെ പോലീസ് ഒത്താശ ചെയ്യാതെ ഈ DPR പോലെയുള്ളവ ചോരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അത് ചോർത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആര് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് PMA സലാമിനെ പോലെയുള്ള വ്യക്തികൾ. ഡോക്ടർ MK മുനീറും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള കൃത്യമായ നീക്കം നടക്കുന്നുണ്ട്, സർക്കാർ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് MK മുനീറിന്റെ അഭിപ്രായം. ഇവരൊക്കെ തന്നെ ഈ മാധ്യമ മേഖലയിൽ നേരത്തെ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തികളാണ്. രാഷ്ട്രീയ മേഖലയിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ തന്നെ ഈ നടക്കുന്ന ഈ അധികാര കസേരകളിൽ ഇപ്പോൾ ഇരിക്കുന്നവരെ പോലെ തന്നെ മുൻപും ഇരുന്നിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് തീരെ യോജിപ്പില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടവേള ബാബു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി, അമ്മയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹവും പറയുന്നത് മാധ്യമ പ്രവർത്തകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വരുന്നു. അതായത് രാഷ്ട്രീയ മേഖലയിൽ നിന്നും മാത്രമല്ല സമസ്ത മേഖലകളിൽ നിന്നും ഈ പ്രതിഷേധം ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം പാളയത്തിൽ തന്നെ ഈ വിഷയത്തിൽ പട തുടങ്ങിയിരിക്കുന്നു, എതിർ ശബ്ദം ഉയർന്നിരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആശ്വാസകരമായ കാര്യം. SKN. താങ്ക് യു ശ്രീകാന്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.